السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികൾ, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ നാഥനായ, നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിന് നമ്മളോട് എത്രമാത്രം കാരുണ്യമുണ്ട്, റഹ്മത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളാകുന്ന നമ്മൾ ഓരോരുത്തരും അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് എത്രമാത്രം ആഗ്രഹമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സിയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഇതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരു നന്മ പ്രവർത്തിച്ചാൽ, ഫലഹു അശ്റു അംസാലിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മക്ക് 10 ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. ഒരു നന്മ നമ്മൾ ചെയ്താൽ, ചെറുതോ വലുതോ ഏത് നന്മയാവട്ടെ, നന്മയായ ഏതൊരു കാര്യവും, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ രക്ഷിതാവായ അല്ലാഹു നമുക്ക് അതിന്റെ പ്രതിഫലം നൽകുന്നത് 10 ഇരട്ടിയാണ്. എന്നാലോ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരു കുറ്റം, ഒരു പിഴവ്, ഒരു തിന്മ സംഭവിച്ചാൽ, വമൻ ജാഅ ബിസ്സിയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ഒരു തിന്മ നമ്മൾ ചെയ്താൽ ആ തിന്മ, ഒരൊറ്റ തിന്മയുടെ, ആ ചെയ്ത തെറ്റിന്റെ ദോഷഫലം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അല്ലാഹു അതിന് ശിക്ഷ നൽകുന്നുള്ളൂ. ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അല്ലാഹു അതിന് ശിക്ഷ കൊടുക്കുന്നത് ആ ഒരൊറ്റ തെറ്റിന്റെ ശിക്ഷ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഒരു നന്മ ചെയ്താൽ അത് 10 നന്മയായി രേഖപ്പെടുത്തി വെക്കുന്നു. ഒരു തിന്മ ചെയ്താൽ ആ ഒരൊറ്റ തിന്മയായി മാത്രമേ രേഖപ്പെടുത്തി വെക്കുന്നുള്ളൂ. അതിൻ്റെതായ ഒരു ശിക്ഷ മാത്രമേ അല്ലാഹു നൽകുന്നുള്ളൂ. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമ്മളൊക്കെ നന്മകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ വേണം എന്നുള്ളതാണ്. കാരണം അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു ഓഫറാണ്. ഒരു നന്മക്ക് 10 നന്മയുടെ കൂലിയാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നന്മയില്ലെന്ന് എത്ര ചെറുതാണെങ്കിലും അത് നിസ്സാരമാക്കി കളയരുത്. ഒരു മുസ്ലിം സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ഒരു നന്മയാണ്, ഒരു സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയരെ, നോക്കണം. അപ്പൊ അല്ലാഹുക്ക് എത്ര താല്പര്യമാണ് നമ്മളോടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണാൻ, നമ്മൾ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, നമ്മൾ പ്രയാസപ്പെടാതിരിക്കാൻ, നാളെ ആഖിറത്തിൽ ബുദ്ധിമുട്ടാതിരിക്കാൻ അല്ലാഹു നമുക്ക് ഒരുപാട് വഴികൾ കാണിച്ചു തരികയാണ്. കണ്ടോ, ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം. തീരുന്നുണ്ടോ? ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ, ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ വേണ്ടി അവന്റെ മനസ്സുകൊണ്ടൊന്ന് വിചാരിച്ചാൽ മതി. ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഒരു പാവപ്പെട്ടവനെ സഹായിക്കണം, ഒരു പാവപ്പെട്ടവൻ യതീമായ ഒരു കുട്ടിയെ സഹായിക്കണം, പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് പണിക്ക് സഹായിക്കണം, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായിക്കണം എന്നവന്റെ മനസ്സുകൊണ്ടൊന്നും അവൻ വിചാരിച്ചു പോയാൽ ഉടനെ തന്നെ പടച്ചറപ്പ് അതിൻ്റെതായ നന്മ അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ തന്നെ അവർക്ക് നന്മ ചെയ്യണമെന്നില്ല, പ്രവർത്തിക്കണമെന്നില്ല. ആ വിചാരിച്ചത് കൊണ്ട് തന്നെ പടച്ചറപ്പ് അവനക്കൊരു നന്മ എഴുതി വെക്കുന്നു. എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് അവനക്ക് ആ നന്മ ചെയ്യാൻ കഴിയാതെ വന്നാൽ ആ രേഖപ്പെടുത്തി
വെച്ച നന്മയെ ഒരിക്കലും പടച്ചറപ്പ് മായ്ച്ചു കളയുകയില്ല. അങ്ങനെയാണ്. ഒരു നന്മ ചെയ്യാൻ വേണ്ടി മനസ്സുകൊണ്ടൊന്ന് വിചാരിച്ചാൽ മതി, കൂലി രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇനി എന്തെങ്കിലും ചില തടസ്സങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ വന്നാൽ പോലും ആ രേഖപ്പെടുത്തി വെച്ച നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിക്കാർഡിൽ നിന്ന് എടുത്തു കളയുന്നതല്ല. അപ്പൊ അള്ളാഹ്ക്ക് നമ്മളോട് അത്രയും ഇഷ്ടമാണ്, കാരുണ്യമാണ്, സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. അത് നല്ലതുപോലെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. പടച്ചറപ്പ് നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരാളായി നമ്മൾ ഒരിക്കലും പടച്ചറപ്പിനെ നമ്മുടെ ഇലാഹായ റാസിഖായ ഖാലിഖായ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കരുത്. പടച്ചറപ്പിനെ നമ്മളെല്ലാം രക്ഷപ്പെട്ട് കാണാൻ അതിയായ ആഗ്രഹമാണ്, വല്ലാത്ത താല്പര്യമാണ്. അതിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്ന ആയത്തുകളും അതുപോലെ തന്നെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും. അതുകൊണ്ട് പ്രിയരെ, ഏതൊരു നന്മക്ക് നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിലും അതിൽ നമ്മൾ വിട്ടു നിൽക്കരുത്, മാറി നിൽക്കരുത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും പടച്ചറപ്പ് അറിയും. നിങ്ങൾ എത്ര രഹസ്യമാക്കി ചെയ്തതാണെങ്കിലും എത്ര വളരെ 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 സിറായി ചെയ്ത നന്മയാണെങ്കിലും അത് പടച്ചറപ്പിന് അറിയാൻ കഴിയും. തീർച്ചയാണത് പടച്ചറപ്പ് ആ ഒരു നന്മക്കുള്ള കൂലി അല്ലാഹു തരാതിരിക്കുകയില്ല. എവിടെ വെച്ചുകൊണ്ട് ഒരു നന്മ നമ്മൾ പ്രവർത്തിച്ചാലും അത് എത്ര ചെറുതാണെങ്കിലും പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന പ്രവൃത്തികളായിരിക്കുന്ന ആഖിറത്തിൽ നമ്മുടെ സ്വർഗ്ഗലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോവുക. സ്വർഗത്തിന്റെ കവാടം നമുക്ക് കടക്കാൻ പടച്ചറപ്പ് ചിലപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും ചെറിയ നന്മകളെ കൊണ്ടായിരിക്കും അതിനുള്ള തൗഫീഖ് നൽകുക. ആ സ്വർഗത്തിന്റെ കവാടം കടക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ ഒരു പക്ഷേ നിസ്സാരമായി കണ്ടിരുന്ന ഒരു ഹസനാത്ത്, ഒരു നന്മ, നമ്മുടെ നിസ്സാരമായി കണ്ടിരുന്ന ഒരു നന്മയുടെ കാരണം കൊണ്ടായിരിക്കാം. നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. സൂറത്തു സൽസലയിൽ അല്ലാഹു പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആഖിറത്തിൽ വെച്ചുകൊണ്ട് അത് നമുക്ക് കാണുക തന്നെ ചെയ്യുന്നതാണ്. നമുക്കത് കാണാൻ പറ്റും, അതിന്റെ പ്രതിഫലം അനുഭവിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു ചെറിയ നന്മ, അത് നമുക്ക് നിസ്സാരമായി തോന്നുന്നതാണെങ്കിൽ പോലും ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരു മനുഷ്യൻ എഴുന്നേൽക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ആ വൃദ്ധന്റെ കൈയൊന്ന് പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ അത് വലിയൊരു നന്മയാണത്. നിസ്സാരമായി തോന്നുന്നു നമുക്ക്. അല്ലെങ്കിൽ ഒരു ടൗണിലോ മറ്റോ വഴികളിലോ ഒരു വഴി മുറിച്ചു കടക്കാൻ, റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്ന പ്രായം ചെന്ന ഒരു വൃദ്ധനായ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ആ വഴിയൊന്നും മുറിച്ചു കടക്കാൻ നമ്മൾ ആ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, സഹായിക്കുകയാണെങ്കിൽ അതൊരു വലിയ നന്മയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പൂച്ചകൾ വരാറുണ്ടല്ലോ. പലപ്പോഴും പൂച്ചകൾക്ക് നമ്മൾ തിന്നാൻ വേണ്ടി ഭക്ഷണം മറ്റൊക്കെ കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയ സദഖയാണത്. ആ ഒരൊറ്റ നന്മയുടെ കാരണം കൊണ്ടായിരിക്കും രക്ഷപ്പെടുക. ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുമല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ഹദീസ് നമുക്കറിയാം, നമ്മൾ പലതവണ കേട്ടവരായിരിക്കാം, എങ്കിലും ഈ വിഷയബന്ധിതമായുള്ള ഒരു ഹദീസ് ആയതുകൊണ്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ കഠിനമായ ദാഹത്തോടു കൂടെ നടന്നു പോവുകയായിരുന്നു. നല്ല കഠിനമായ ദാഹം. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ഒരു മുറുക്ക് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് വെള്ളത്തിനോട് വല്ലാത്ത താല്പര്യത്തോടുകൂടെ കഠിനമായ ദാഹത്തോടുകൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അന്നേരം ആ നടന്നു പോകുന്ന മനുഷ്യൻ ഒരു കിണർ കാണാൻ ഇടയായി. എന്നിട്ടോ
ആ മനുഷ്യൻ ആ കിണറിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ടോ ഫശരിബ, ആ കിണറിൽ നിന്നുള്ള വെള്ളം അദ്ദേഹത്തിന്റെ ദാഹം അത് മതിയാവുവോളം, ദാഹം തീരുവോളം അദ്ദേഹം ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് ഫഖറജ, ആ കിണറിന്റെ പുറത്തേക്ക് അദ്ദേഹം പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് ഒരു നായയുടെ നാവ് പുറത്തേക്കിട്ട് ഇങ്ങനെ അതുവഴി വരുന്നതായി കൊണ്ട് ഈ മനുഷ്യൻ കാണുകയാണ്. ദാഹം കഠിനമായതുകൊണ്ട് ആ നായ അവിടെ നനഞ്ഞു കിടക്കുന്നതായ ചെറിയ തോതിൽ നനവുള്ളതായ ആ മണ്ണിങ്ങനെ കപ്പി കപ്പി തിന്നുന്നത് ഈ മനുഷ്യന് കാണാനിടയായി. ഇദ്ദേഹം മനസ്സിലാക്കി, എത്രമാത്രം ദാഹം കഠിനമായപ്പോഴാണ് ഈ കിണറ്റിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് വെള്ളം, എൻ്റെ ദാഹം അത് തീരുവോളം ഞാൻ വെള്ളം കുടിച്ചത്. എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടു, എൻ്റെ ദാഹം ഒന്ന് ശമിപ്പിച്ചു കിട്ടാൻ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടി. അപ്പൊ എന്നെ പോലെ തന്നെ ദാഹം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണല്ലോ ഈ നായ ഈ കാണുന്ന ഈ മണ്ണിങ്ങനെ കപ്പി കപ്പി തിന്നുന്നത് എന്നിങ്ങനെ ഈ മനുഷ്യൻ മനസ്സിലാക്കി. ഉടനെ തന്നെ തന്റെ കാലിൽ ധരിച്ചതായ ഹുഫ, ആ ഹുഫ എടുത്തുകൊണ്ട് ആ മനുഷ്യനത് ആ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. ആ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? തന്റെ കയ്യിലുള്ള ഹുഫയിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ ഹുഫ തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ആ കിണറിന്റെ പുറത്തേക്ക് വന്നിട്ട് അവിടെ ദാഹിച്ച് അവശനായി നിൽക്കുന്ന നായക്ക് വെള്ളം കൊടുക്കുകയാണ്. ദാഹിച്ച് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വന്ന ആ നായക്ക് ഈ മനുഷ്യനതാ തന്റെ ഹുഫയിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ ആ നായ തന്റെ ദാഹം അത് തീരുവോളം ആ ഹുഫയിൽ നിന്നുള്ള വെള്ളം കുടിച്ചു എന്നുള്ളതാണ്. ഈ ഒരു അമല്, ഈ ഒരു പ്രവൃത്തി ഏതാ? നായ തൊട്ട് കഴിഞ്ഞാൽ 7 തവണ കഴുകണമെന്നാ പറയുന്നത്. അതിൽ തന്നെ ഒരു തവണ മണ്ണ് കലർത്തിയതായ വെള്ളം കൊണ്ട് കഴുകണമെന്നാണ് ശറഅ നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം ഗൗരവമേറിയ ഒരു ജീവി, അത്രമാത്രം ശറഅയിൽ മുഗല്ലദായ നജസാണെന്ന് പറഞ്ഞുകൊണ്ട് ശറഅ പ്രത്യേകം എടുത്തു പറഞ്ഞ തൊട്ടാൽ 7 തവണ കഴുകണമെന്ന ആ അശുദ്ധിയുടെ കാഠിന്യത്തെ വ്യക്തമാക്കിയ ആ ശറഅ നോക്കണം. അങ്ങനെയുള്ള ഒരു ജീവിക്ക് വല്ലാതെ ദാഹം വന്നപ്പോൾ ആ കൽബിന്റെ ആ നായയുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം നൽകിയത് കൊണ്ട് തന്നെ ആ ഒരൊറ്റ പ്രവൃത്തിയെ അല്ലാഹു സ്വീകരിക്കുകയാണ്. ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു. ആ ഒരു അമൽ പടച്ചറബ് സ്വീകരിച്ചു, അല്ലാഹു അത് സ്വീകരിച്ചു. എന്നിട്ടോ ആ മനുഷ്യർക്ക് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് നമുക്കിങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു ഫഅദ്ഖലഹുൽ ജന്ന. അദ്ദേഹം ചെയ്ത ആ ഒരു അമലി പടച്ചറബ് സ്വീകരിച്ച് അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിച്ചു, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തു. പലപ്പോഴും നമ്മുടെ വീട്ടിൽ പൂച്ചകളും മറ്റു ജീവികളും വരുമ്പോ നമ്മൾ തിന്നാൻ കൊടുക്കുന്നവരുണ്ട്, ചില സമയത്ത് അതിനെ ആട്ടിവിടുന്നവരുണ്ട്, ഒന്നും കൊടുക്കാതെ. പ്രിയപ്പെട്ടവരെ, അതാണ് ഏത് നന്മ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക നമുക്കറിയില്ല. ഏതൊരു നന്മ കൊണ്ടാണ് നമ്മൾ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുക നമുക്കറിയില്ല. അപ്പൊ നന്മയിൽ നിന്ന് എത്ര ചെറുതാണെങ്കിലും അതിനെ നമ്മൾ നിസ്സാരമാക്കരുത്. അതിന് നല്ല നീയത്തോടുകൂടെ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്ര ചെറിയ നന്മയാണെങ്കിലും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഉടനീളം ഒരുപാട് നന്മകൾ ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തിന്മകളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കുവാനും പടച്ചറപ്പിന്റെ ത്വാഅത്തിലായി ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരണപ്പെടാൻ നമുക്ക് ഏവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.